നിജീഷ് സർ. നിജീഷ് സർ, ഒന്ന് വീഡിയോയിൽ വരാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് അമ്പിളി മാം. Good morning. Yes, good morning. Hello. Yes, welcome sir. Okay, ma'am. Yeah. അപ്പോ സാറ് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ, സാറിന്റെ സ്ഥലം ചെയ്യുന്നു. എൻ്റെ പേര് നിജീഷ് എന്നാണ്. ഞാൻ വടകരയാണ്, കാലിക്കറ്റ് വടകര. ഓക്കെ സാർ, ഈ ഒരു EFT കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? മെയിനായിട്ട് ഞാൻ ചെയ്തത് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ട് സാറിൻ്റെ വീഡിയോ കണ്ട് അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്ക് 2-2.5 വർഷത്തോളം ശരിക്കും നമ്മളൊരു വീട്ടിൽ എന്താ പറയുക, എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു, കുറ്റപ്പെടുത്തലുകളും. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടായിരുന്നു റിലേഷൻഷിപ്പ് വൈഫും ഞാനും മുന്നോട്ട് പോയത്. പക്ഷേ സാറിൻ്റെ ഇതിൽ പിന്നെ നമ്മൾ EFT ചെയ്തതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു പുതുവത്സര സമയത്താണ് എന്തോന്നറിയില്ല, പെട്ടെന്ന് നമ്മൾ നല്ലൊരു പ്രോഗ്രാമൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളടുത്ത വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മളുമായിട്ട് നല്ല പിന്നെ എൻ്റെ അടുത്ത് വരികയും നല്ല രീതിയിൽ സംസാരിക്കുകയും ഡാൻസും എന്നെ കൂട്ടി വന്ന് ഡാൻസ് കളിക്കുകയും നല്ലൊരു ഇതിലേക്ക് വന്നു. ഇപ്പോൾ അതിനുശേഷം ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിലില്ല, കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ല. നല്ല സ്നേഹത്തോടു കൂടി പോകാൻ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയും സങ്കടപ്പെട്ടിരുന്നു, എന്നും കരച്ചിലൊക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ ഇതിങ്ങനെ നമ്മളൊരു വീട്ടിൽ ഭാര്യ ഭർത്താവ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുന്നു, ശരിക്കും ഡൈവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് പോയതായിരുന്നു. ശരിക്കും ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയതാണ് അങ്ങനെ ആയാലോ എന്നുള്ളത്. അപ്പം അതിലൊരു നല്ലൊരു മാറ്റം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഈ മക്കളെയൊക്കെ ഞാൻ നല്ല രീതിയിൽ അടിക്കുകയായിരുന്നു. അപ്പോൾ അവരോട് പിന്നെ നമ്മൾ നല്ല ദേഷ്യം പിടിച്ച് അവരെ അടിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ സാറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്താൻ ആരെ ജഡ്ജ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ഒരു മനുഷ്യരല്ലേ, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും, ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം അതൊക്കെ ഒരുപാട് അറിവ് ഈ EFT വന്നതിന് ശേഷം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ മാറ്റാതെ എന്നിലെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരു സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട് EFT വന്നതിന് ശേഷം. സാറിന്റെ ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ ഓഫ് ആണ്. താങ്ക് യു സർ. സോ എപ്പോഴാണ് സാറിന് ഫീൽ ആയത് ഈ ഒരു കോഴ്സ് ചെയ്താൽ എൻ്റെ ലൈഫ് മാറും എന്ന് എപ്പോഴാണ് സാറിന് കൺവിൻസ് ആയത്? കോഴ്സ് ചെയ്താൽ മാറുമെന്ന് ചിന്തിച്ചത് ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മെഡിറ്റേഷനിൽ പങ്കെടുത്തു. ഒരു മെഡിറ്റേഷൻ 2-3 ദിവസം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതെനിക്ക് നല്ലൊരു, അതിനു മുന്നേ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സൈക്കോളജി ഡോക്ടർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഫലമായിട്ടുണ്ടായിരുന്നില്ല. കൗൺസിലിംഗ് ഒക്കെ എടുത്തിട്ട് പോലും എനിക്ക് അതിനൊരു ഫലം ഉണ്ടായിട്ടുണ്ടായില്ല. അവർ എന്നെ കുറ്റപ്പെടുത്താൾ, എന്തിനാ കൗൺസിലിങ്ങിന് ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷേ ഇത് EFT ചെയ്ത് കോഴ്സ് കഴിഞ്ഞ് ഒരു 2 മാസം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ടെൻഷനൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ്, പണമില്ലല്ലോ. പക്ഷേ അതൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കുന്നതെങ്കിലും പറഞ്ഞു തന്ന അഫർമേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് നല്ലൊരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇതുണ്ട്. കുറച്ച് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു മാറ്റങ്ങൾ, സാമ്പത്തികമായ രീതിയിലും നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ കടന്നു പോകാൻ പറ്റില്ല. ഓക്കെ സാറ് ഇതിന്റെ ഒരുപാട് ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? ഏത് പ്രാക്ടീസ് ആയിരുന്നു?
അതോ സെൽഫ് ലവ്, ഫോർഗിവിങ്സ്? ശരിക്കും ഫോർഗിവിങ്സ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രയും സെൽഫ് ഫോർഗിവിങ്സും അല്ലാതെ ഫോർഗിവിങ്സും നമ്മളെ, കാരണം ചെറുപ്പകാലങ്ങളിലെ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. അപ്പൊ ശരിക്കും ഞാൻ അന്ന് EFT ചെയ്തപ്പോ പിന്നെ ശരിക്കും എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. നല്ല കരച്ചിലൊക്കെ വന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ഒരുപാട് കാരണം ശരിക്കും പറഞ്ഞാൽ EFT ചെയ്തപ്പോ ഒരു ശാന്തമായ ഒരു മനസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുറച്ചുകൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ കുഴപ്പം എനിക്ക് ഡിലേ ആയിട്ടുണ്ട്. അത് അസ്മാമൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആചാരാമയൊക്കെ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് നമ്മൾ അഥവാ എവിടെയെങ്കിലും ഇട്ട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും വിളിച്ച് നമ്മളോട് പറയും. അത് തന്നെ വലിയൊരു കാര്യല്ലേ. അതൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആകുമ്പോൾ നമ്മളെ സഹായിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി. അത് തന്നെ അതിനെ പ്രത്യേക താങ്ക് യു പറയാണ്. സാറിന്റെ മെന്റർ ആരായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. ഇപ്പം എൻ്റെ പേരെൻ്റെ അടുത്ത് മാറുന്നു, സോറി. മെന്റർമാർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. മെന്റർമാർ മാത്രമല്ല, നമുക്ക് ആരെ വിളിച്ചു കഴിഞ്ഞാലും സ്കൈലറിലെ EFTയിൽ നമുക്ക് ചെയ്ത് തരാൻ ആരെ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ പല കോഴ്സുകളും ഞാൻ ഇതുപോലെ ഇതിന് മുന്നിൽ ചെയ്തിട്ട് പോലും നമ്മളെ പൈസ അവർ മേടിച്ചിട്ട് പോവാന്നല്ലാതെ പിന്നെ നമ്മൾ വിളിച്ചാൽ അവർ ഫോൺ പോലും എടുക്കില്ലാതെ നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൊന്നുമില്ല. ഇതാ അങ്ങനെയല്ല. നമ്മളെ പങ്കെടുത്തില്ലെങ്കിൽ ചോദ്യം വരും, എന്താ പങ്കെടുക്കാത്ത ചെയ്യണം എന്നൊക്കെ. അപ്പൊ അത് തന്നെ നമുക്ക് നല്ലൊരു ഇതല്ല. അപ്പൊ ഞാൻ കുറച്ച് ഒരു 2-3 മാസമൊക്കെ വിട്ടു നിന്നിരുന്നു, പല തിരക്ക് കാണണം. പക്ഷെ നമ്മള് പിന്നെ ഇതിലേക്ക് വിളിച്ച് ചെയ്യണേന്നൊക്കെ പറയും. അപ്പം പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്യാം. എനിക്ക് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്രാക്ടീസ് എന്തായാലും നിർബന്ധമാണ് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ കൃത്യമായിട്ട് സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഫിയർ ഒരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വണ്ടി ലഭിച്ചത് തന്നെ സാറിന്റെ ഇതിൽ വന്നപ്പോ. കാരണം ഞാൻ വണ്ടി ടൂ വീലറിന്റെ മുകളിൽ കയറുമ്പോൾ ഒരാളെ വേക്ക് കയറുന്ന സമയത്ത് ഞാൻ സ്പീഡ് പോകുമ്പോൾ അവരെ പിടിച്ചു വെക്കും, ഇങ്ങനെ പോരുതെന്ന് പറയും. ഇന്ന് ഞാൻ അതിൽ മെഡിറ്റേഷൻ പങ്കെടുക്കുകയും മെഡിറ്റേഷൻ സാറ് പറഞ്ഞു തന്ന രീതിയിൽ അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്ത് ഇപ്പം ജോലിക്ക് പോകുന്നത് ഇപ്പം ഹൈവേ എൻ്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ആണ് ഞങ്ങൾ ഇന്ന്. മെഡിറ്റേഷൻ ഇവിടെ നിന്നാണ് ചെയ്യുക, ഹൈവേന്റെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ദിവസവും എന്തായാലും മെഡിറ്റേഷൻ ഞാൻ കൈവിടാതെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വണ്ടി എനിക്ക് ഓടിക്കാൻ നല്ല ആത്മധൈര്യവും, കാരണം വണ്ടിയൊക്കെ എടുക്കുമ്പോൾ എന്റെ മുട്ട് രണ്ടും ഇടിക്കായിരുന്നു, വിറക്കായിരുന്നു, കൈയൊന്നും വണ്ടിയൊക്കെ എടുത്തു. ഇനിയിപ്പോ അടുത്ത ആഴ്ച കാറ് പഠിക്കേണ്ട പരിപാടി ഉണ്ട്. അങ്ങനെ എന്താണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു സപ്പോർട്ട് കേരളം എന്തായാലും ഉണ്ട്. EFTയിലൂടെ നമുക്ക് പറ്റും. പിന്നെ എനിക്ക് അഡ്വാൻസ് കോഴ്സ് ചെയ്യണം. എന്തായാലും അഡ്വാൻസ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനത് ചെയ്യും. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈവിംഗിന്റെ ആ ഒരു പേടി. സോ അത് സർ ഓവർകം ചെയ്തിട്ടുണ്ട്. സോ മാത്രം ഡ്രൈവിംഗ് പഠിക്കുകയും ചെയ്തു. പഠിച്ചതിന്റെ പിറ്റേന്നാള് സോറി ഒരു 2 ആഴ്ച കൊണ്ട് വണ്ടി എടുക്കുകയും ചെയ്തു. കാരണം മെഡിറ്റേഷൻ പിന്നെ സാറ് പറഞ്ഞ അഫർമേഷനും കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്തു. വേറെ എന്തൊക്കെയാണ് ചാലഞ്ചസ് സർ ഓവർകം ചെയ്തത്? പിന്നെ പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാല് പിന്നെ ഈ പേടിയല്ലാതെ നമ്മള് ഈ മരിച്ച വീട്ടിൽ പോവുക. അപ്പോൾ നമ്മളെന്തോ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ചെറുപ്പകാലങ്ങളിൽ നമ്മള് അനുഭവിച്ച എന്തെല്ലോ എന്തൊക്കെയോ ആണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ EFTയിലൂടെ ഹീലിംഗ് ചെയ്തപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോ അതുമാണ് കൂടുതൽ ഞാൻ ഇതിലേക്ക് വരാൻ കാരണം. നമ്മൾ പേടി കൊണ്ട് നമുക്ക് പലതും ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലോ. അപ്പോ ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പക്ഷേ അത് ഞാൻ മേമൊക്കെ പിന്നെ ആജറ മേമൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞു, അതിന്റെ ശരിക്ക് നമ്മൾ ചെറുപ്പകാലത്തിലോ അല്ലെങ്കിൽ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്താറ്റോ അനുഭവിച്ചതോ അങ്ങനെ ഒരു സംഭവം ഞാൻ സ്വയം നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അമ്മേന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് അഡ്വാൻസിലാണ് അതിന്റെ ക്ലിയർ ആവുക. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇത് ഇത്ര ചെയ്തിട്ടും ഒന്നും ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. ചിലപ്പോൾ നമ്മൾ
അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും. അപ്പൊ ചെയ്തവര് 3-4 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് കോഴ്സ് ചെയ്യണേ, ചെയ്ത് കഴിഞ്ഞാൽ നിജീഷ് ക്ലിയർ ആവുന്നുണ്ട് പറഞ്ഞു. അതുപോലെ എന്തായാലും ഞാൻ അഡ്വാൻസ് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് എന്തായാലും ചെയ്യും. യെസ്. സാറിന്റെ ഈ ഒരു ടോട്ടൽ ഹീലിംഗ് ജേർണിയിൽ സാറിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? എപ്പോഴും ടച്ചിങ് ആയിട്ട് ഇത്രയും ഹീലിംഗ് ചെയ്തിട്ട് ഉം. ഭയങ്കര ഡീപ്പായിട്ട് സാറിനെ അഫക്ട് ചെയ്തത് എന്തായിരുന്നു? മാം ഒന്നുകൂടി പറയാമോ? മനസ്സിലായില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്ന് ഫീൽ ചെയ്തത് മീൻസ് ആ ഒരു ഡീപ്പ് ഹീലിംഗ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്? വെച്ചാല് നമ്മളെ നമുക്ക് ശാന്തമായിട്ട് ഉള്ളൊരു ജീവിതം ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ഓവർ തിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ശാന്തമായ രീതിയിൽ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ട് ഓക്കെ. പിന്നെ പ്രശ്നങ്ങൾ വരും, പക്ഷെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. നമ്മൾ വീണു പോവില്ല. ഓക്കെ. ഇപ്പം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് സാറ് പറയുന്നത്. ഓവർ തിങ്കിങ്, ഫിയർ, ഡ്രൈവിംഗ് ഇഷ്യൂസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. സോ ഇവരൊക്കെ ഇങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? കാരണം ഞാൻ ഇത്രയും പറഞ്ഞില്ല. കാരണം ഇത്രയും പിന്നെ അനുഭവങ്ങള്, എന്നെക്കാളും അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതില് ആൾക്കാരുണ്ടായിരിക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇത് ചെയ്യുക, EFT ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം EFT എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മൾ പഠിച്ച് അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നമുക്കത് പിന്നെ മുന്നോട്ട് പോകണ്ടാതെ നമ്മൾ വേറെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് സാറ് പറയുന്നുണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ പങ്കെടുക്കുക. എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന്, ഞാൻ ഒരുപാട് വേദനകളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സംഭവമാണ് EFT. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം, എന്നിട്ട് പങ്കെടുക്കണം, അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. നമ്മൾ ടൈം രാവിലെ ഒക്കെ എഴുന്നേൽക്കുക. കാരണം ഞാൻ കാലത്തെ എപ്പോൾ എഴുന്നേൽക്കുന്ന വ്യക്തി തന്നെയാണ്, 4 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കാലത്തൊക്കെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. എന്തായാലും EFT ചെയ്യണം, അതിനുള്ള ഗുണങ്ങൾ. കാരണം എൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പം എന്തായാലും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ജീവിതം മാറും. കാരണം ചിന്തകളിൽ മാറ്റം വരുത്തുകയാണല്ലോ ചെയ്യുന്നത്. ശരിക്കും EFT എന്ന് പറയുന്നത് നമ്മളെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തി നമ്മളെ ഒരു സ്വയം നല്ലൊരു ശാന്തമായ മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ശാന്തമായ ഒരു മനസ്സുള്ള ഒരു വ്യക്തിക്കല്ലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ശാന്തത എന്തായാലും ലഭിക്കും, ഉറപ്പാണ്. ഞാൻ അനുഭവിച്ചതാണ്. 100% വിജയിക്കും. സാറിന് അത്രയും അവയർനെസ് കിട്ടിയിട്ടുണ്ട്. സാറിന്റെ ഇഷ്യൂ എന്താണ്, മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണ്, അത് എങ്ങനെ ഓവർകം ചെയ്യണം, അത് ഓവർകം ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് എന്താണ്, ആ ഫീൽ എന്താണ്, എല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. എല്ലാം അനുഭവിച്ചു. പിന്നെ പ്രശ്നങ്ങൾ വരും, നമ്മളെ ജീവിതം അങ്ങനെയാണല്ലോ. ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് കിട്ടി അല്ലേ? അതെ, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊന്നും ഇല്ല. നമുക്ക് ചെയ്യാൻ എന്തും അയ്യൊരുത്. നമുക്ക് എന്ത് പ്രശ്നങ്ങളാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും എന്നുള്ളതൊരു മനസ്സ് നമ്മളോട് പറഞ്ഞ് അങ്ങനെയുള്ളൊരു ചിന്ത വരും. അതായത് നെഗറ്റീവായ ചിന്തകളിൽ നിന്ന് നമുക്ക് പോസിറ്റീവായ ചിന്തകളിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസരം. സോ ഈ EFT ചെയ്യുന്നതിന് മുന്നല്ല നിജീഷ് സാറും ഇപ്പോഴുള്ള നിജീഷ് സാറും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഏറ്റവും വലിയ മാറ്റം? ഇത് തന്നെയാണ്, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ. ഒരു കോൺഫിഡൻസ് ഇങ്ങനെ സങ്കടമോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് കരയുന്നു, ഇതിൽ എന്താ ഒരു മൈൻഡൊക്കെ ഒന്ന് വല്ലാതെ നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. ഇന്ന് അതില്ല. ഇന്ന് വൈഫ് എന്തെങ്കിലും അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതിനെ മൈൻഡാക്കില്ല എന്നല്ല, നമ്മളതിനെ ഉൾക്കൊള്ളും. അവരംഗീകരിച്ചുകൊണ്ട് അവരെങ്ങനെയാണോ അവരങ്ങനെ എന്നുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് അവരോട് ഒരു വെറുപ്പോ അവരോട് മറ്റു ചായകൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകളൊന്നും നമുക്ക് വരില്ല. അത് അവരെ ജീവിതം, അവരെ ട്രോമ അനുഭവിച്ചത് കൊണ്ടാണെന്നുള്ള ഒരു ചിന്ത അവരെങ്ങനെയാണോ അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്.
ആൾക്കാരെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ഞാൻ വന്നിട്ട് അവരങ്ങനെയാണ്, അവരങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു വർക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. കുറേ അനുജനുണ്ട്. എല്ലാവരും എന്നെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ അങ്ങോട്ട് പറയുമ്പോൾ അല്ല അവരിങ്ങോട്ട് എന്നോട് ദേഷ്യപ്പിടിച്ച് പറയുമ്പോൾ നമ്മൾ അവരോട് അങ്ങോട്ട് ഒന്നും കൂടുതലൊന്നും നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പറയുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ സ്നേഹമേ തോന്നുന്നുള്ളൂ. അത് അവരങ്ങനെയാണ്, അതുകൊണ്ട് അവരങ്ങനെ കാണാം എന്നുള്ളൊരു ഇത്. അല്ലെങ്കിൽ ആദ്യം ഞാൻ അടിക്കുമായിരുന്നു. അനുജനായാലും ആരായാലും എന്നോട് അടിച്ചു പോകുമായിരുന്നു. അത്രയും. അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ പോകുന്നത്. എല്ലാം നല്ലൊരു രീതിയിൽ നമുക്ക് നല്ലൊരു സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയും എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത വരും. ആ ചിന്തയല്ലേ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഇപ്പൊ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ അടിയും പിടിയും ഒക്കെ കൂടുന്ന ആ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഒരാൾക്കും നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. അത് തന്നെ നമുക്ക് ലോകത്തിനോ നമ്മുടെ രാജ്യത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അറിവ് തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു മൈൻഡൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് വീട്ടിലായാലും പുറത്തായാലും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാനും സ്നേഹിച്ച് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു സാഹചര്യം, ഒരു മൈൻഡ്, ഒരു കൂളായിട്ടുള്ള മൈൻഡ് ഉണ്ട്. ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ വൈഫ്, ഫാമിലി, മക്കള് അവരൊക്കെ അനുഭവിക്കുന്നു. ഉണ്ട്. കാരണം വെച്ചാൽ മക്കള് പിന്നെ നമ്മളെ കുടുംബത്തിൽ ഇപ്പൊ പരിപാടിയോ കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരപ്പോ ഞാൻ നല്ലോണം അടിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്നുള്ള അറിയാം. അപ്പൊ അവർ എൻ്റെ അടുത്ത് ചോദിക്കൂ, അപ്പൊ അച്ഛൻ അടിക്കാറുണ്ട്? അപ്പൊ എന്നോട് പറയും, ഇപ്പൊ അച്ഛനല്ല അടിക്കുന്നത്, അമ്മയാ. ഞാൻ അടിക്കില്ല. ഇപ്പൊ വൈഫിന്റെ അടുത്ത് ചോദിക്കൂ, പിന്നെ നിങ്ങളെന്താ ഇവര് ഇങ്ങനെ കളിക്കുമ്പോ അടിക്കാത്തെന്ന് ചോദിക്കും. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ അവര് അടിക്കുന്നത് അവരെന്ത് കുറ്റം ചെയ്തിങ്ങനെ അവരെ നമ്മളെ ഇങ്ങനെ അവരുടെ തലയിലൂടെ കൈ രാത്രിയൊക്കെ കൈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ തടവി കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിപ്പോ എന്റെ മക്കളെ 3 പേരും താങ്ക് യു. ഞാനിപ്പോ എല്ലാവരോട് താങ്ക് യു പറയുമ്പോൾ എന്നെ പഠിച്ച് അത് എന്നെ പണ്ട് അവരും ആ രീതിയിലേക്ക് പോകും. ഒരു സ്കൂളിലെ കുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന് ആദ്യം പറയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത അവരുടെ കുറ്റങ്ങളും കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. അതായത് കുട്ടി അപ്പൊ അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് വരും. അപ്പൊ ആ മക്കൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞതിൽ 100% ഇല്ലെങ്കിലും കുട്ടികളല്ലേ, കുറച്ച് മാറ്റങ്ങൾ അവരും ഇപ്പോ എല്ലാവരോടും താങ്ക്സ് പറയുന്ന സ്വഭാവമൊക്കെ അവരെടുക്കുന്നുണ്ട്. ഞാൻ കണ്ടു. കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ താങ്ക്സ് പറഞ്ഞൊരു അവരിലും മാറ്റങ്ങൾ വന്നു. അപ്പൊ വൈഫിലും മാറ്റങ്ങൾ വന്നു. അതാണ് വൈഫിന് EFTയുടെ ഒരു പ്രത്യേകത. കുടുംബത്തിൽ ഒരാൾ EFT ചെയ്താൽ തന്നെ ആ ഫാമിലിയിൽ മൊത്തം ആ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും. നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ വരണമെങ്കിൽ അവരും കൂടി ഇതിൽ സ്വന്തമായിട്ട് ഞാൻ അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. വൈഫിനെയും കൂടെ എങ്ങനെയെങ്കിലും EFT ചെയ്യിച്ചു കഴിഞ്ഞാല് അവരനുഭവിക്കുന്ന വേദനകൾ ഉണ്ടാവുമല്ലോ ഉള്ളിൽ നിന്നല്ലേ, നമ്മൾ കൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ട്. അതുകൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, നമ്മൾ സ്വർഗം കിട്ടാന്ന് പറഞ്ഞല്ലോ. അത് എന്തായാലും പറ്റും. കാരണം വെച്ചാല് സംഭവം നമ്മൾ മനുഷ്യ സഹിതമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് നല്ലൊരു പുതിയൊരു ജീവിതത്തിലേക്കാന്നുള്ളത് മനസ്സിലാക്കാനുള്ള അറിവും തിരിച്ചറിവും നമുക്ക് ഈ ക്ലാസ്സുകളിൽ കിട്ടിയില്ല. സാറിന്റെ ക്ലാസ്സുകളും എല്ലാവരുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ. ഇത് തന്നെ വളരെ സന്തോഷമല്ലേ ജീവിതത്തിൽ. ഈ ഒരു നിമിഷത്തില് സാറിന് ആരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്? ഈ നിമിഷത്തില് ഇപ്പം സാറിനോടും സ്കയറിലെ എല്ലാ ഓരോ മെന്റർമാരോടും അതുപോലെ എൻ്റെ വൈഫിനോടും. കാരണം വെച്ചാൽ എൻ്റെ വൈഫ് എന്നോട് ഈ ജീവിതത്തിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയോ ഇങ്ങനെ ജീവിച്ചു പോകും. അവരെ കുറ്റപ്പെടുത്തലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുമാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റിയതും. ഇല്ലെങ്കിൽ നമ്മളെ ഇതിനൊന്നും വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടി ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. വൈഫിനും മക്കൾക്കും എല്ലാവർക്കും നന്ദി പറയാണ്. അത് കേരള എല്ലാ ആൾക്കാർക്കും, സാറിനും അജറമയം അതുപോലെ അസ്മമയം ഇവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മളത് EFT കഴിഞ്ഞു പോയാലും 1 വർഷമായാലും 2 വർഷമായാലും എത്ര വർഷമായാലും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവര് വന്ന് നമ്മളെ അത് തന്നെ വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടും ആണ് അവര് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ചില ആൾക്കാർ വിചാരിക്കും പൈസ ഉണ്ടാകാൻ, അങ്ങനെയല്ല. ചില ആൾക്കാർ നമ്മളങ്ങനെ ഞാൻ കോഴ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ 2-3 പേര് നമ്മളെ
നമ്മൾ പറയാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാം. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരങ്ങനെ ചിന്തിക്കുന്നു, ഒരുപാട് തോമാസ് അനുഭവിച്ചു. പക്ഷെ അതൊന്നല്ല ഇതിന്റെ ഇത്. ശരിയായ ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ പണത്തെ ഇതിൽ മുന്നോട്ട് പോകണം. പകുതിയിൽ വെച്ച് നിർത്തുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരു വളരെ നല്ലൊരു സന്തോഷമാണ്. ആ സന്തോഷം എന്താ പറയാ, നമ്മള് അനുഭവിച്ചൊരു വ്യക്തിയായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പോ ഇനി ആർക്കെങ്കിലും സാറിന്റെ അടുത്ത് എന്തെങ്കിലും ഡയറക്റ്റ് ചോദിക്കാനുണ്ടോ? ചോദിക്കാനൊന്നുമില്ല മാം, ആളെന്നെ വളരെ ക്ലിയർ ആയിട്ട് ആളെ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. ഇനിയും സാറിന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ, കൂടുതൽ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ഹലോ താങ്ക് യു മാം. യെസ്, ചോദിച്ചോളൂ. മാം, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് വെച്ചാൽ ഫോർഗീവ്നെസ് സാർ എങ്ങനെ ആയിരിക്കും കൊടുത്തത്? അതറും സെൽഫും അങ്ങനാണോ? എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുത്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാമോ? എല്ലാവർക്കും ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് ട്രോമയിലൂടെ കടന്നുപോയ വ്യക്തികളാണല്ലോ. അപ്പോൾ നമ്മൾ ആ വ്യക്തികൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു സന്തോഷം വരുന്നത്. അവർക്ക് ഫോർഗിവ്നെസ് കൊടുത്തപ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാകും. കാരണം ഞാൻ ഒരുപാട് ഒരാളുമായിട്ട് വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അവരെ കുറ്റപ്പെടുത്തി, അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനിങ്ങനെ അതൊക്കെ ചിന്തിച്ച് അവരോട് ദേഷ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വല്ലാതെ കൊണ്ടു നടക്കുമായിരുന്നു. ആ ഫോർഗിവ്നെസ് ചെയ്തതോടുകൂടിയാണ് എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നത്. സാർ മറ്റുള്ളവരോട് ഇങ്ങനെ ഫോർഗീവ്നെസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു സാറിനോട്? അതാണ് ഞാൻ എൻ്റെ വൈഫിന് ഫോർഗിവ്നെസ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് സ്നേഹം എനിക്ക് കിട്ടിയത്. കാരണം 2 വർഷത്തോളം 2 റൂമിൽ സ്വന്തം വൈഫും ഞാനും 2 വർഷത്തോളം ഇപ്പുറത്തെ റൂമിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ലാസ്റ്റ് ഇത് ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഓരോന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് ഞാനിതിൽ പങ്കെടുത്ത് അത് എല്ലാ ദിവസവും ഞാൻ ഫോർഗിവ്നെസ്, കാരണം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കണ്ട, നമ്മൾ സ്വയം ഫോർഗിവ്നെസ് കൊടുത്താൽ മതി. സംസാരിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഫോർഗിവ്നെസ് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം നല്ല പെട്ടെന്ന് ഞാൻ മാത്രമല്ല മക്കൾ പോലും വളരെ ഹാപ്പിയായി, മാറ്റം വന്നു ലൈഫിന്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് രതി എന്നാണ്. സാറിന്റെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാക്കി തന്നു. പ്രാക്ടീസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയൊരു കാര്യം. പല ടൈമുകളിലും ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ സെൽഫ് ലവും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഒരു എനർജി തന്നെയാണ്. അപ്പോ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളില് എനിക്കും സാമ്യമുള്ള കാര്യം തന്നെയാണ്. സാറിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒന്നും കൂടി പ്രചോദനമായി. താങ്ക് യു സാർ. സാറ് എത്രയും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നു. നല്ല സപ്പോർട്ട്. താങ്ക് യു സാർ. താങ്ക് യു മാം. കാരണം നമ്മൾ സങ്കടപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തികളല്ല ജീവിതത്തിൽ, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസത്തിന് ദൈവത്തിന്റെ പുത്രന്മാരല്ല. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ എല്ലാവരും ദൈവങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ മക്കളല്ലേ. അതുപോലെ നമ്മൾ അവരൊരു ദൈവമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റും. ഇപ്പൊ എൻ്റെ മക്കളാ ഞാനിപ്പോ ഒരു അവരോട് കുറ്റപ്പെടുത്തലുകളേ ഇല്ല. അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് നമുക്ക് എന്തായാലും EFT കൊണ്ട് നമുക്ക് ഉപകാരമാവും. നമ്മളെല്ലാവരും ഒരു ദൈവികമായിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഈ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% പറ്റും. കാരണം കരഞ്ഞു ജീവിച്ച ഞാനിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഞാൻ. വെരി ഗുഡ്, വെരി ഗുഡ് സാർ. സൂപ്പർ.
സാറ് പല ഹീലിംഗ് സെഷനിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. സോ അവർക്ക് ഈ മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. കഴിഞ്ഞ ഉം. ഒരു സാറും ഇപ്പോഴുള്ള സാറും ആ ഒരു ചിരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സർ. അതാണ് കാരണം നമുക്ക് ഒരാളോട് എത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ദേഷ്യപ്പെട്ടാൽ പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ളൊരു അത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. കാരണം നമുക്ക് ഒരാളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ഒരു സ്മൈൽ എപ്പോഴും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. മറ്റുള്ളവരെന്താണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമല്ല. ചിന്ത കൊണ്ട് ആ ചിന്തകളിൽ നമുക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ തന്നെ മാറും. അവിടെ പിന്നെ ചില ആൾക്കാർ ചോദിക്കും ചിന്ത കൊണ്ട് മാറാൻ പറ്റുന്നില്ല, ചിന്ത മാറ്റം. ആ മാറ്റത്തിലാണ് നമ്മൾ ഇതിൽ EFTയിലൂടെ നമുക്ക് ഷാഫി സാർ നമുക്ക് തരുന്നത്. ആ ചിന്തകളെ മാറ്റി നല്ല പോസിറ്റീവായ ചിന്തകൾ എന്തായാലും പറ്റും. കാരണം എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. പ്രശ്നങ്ങളില്ലാത്ത ലോകങ്ങളില്ലാലോ. ലോകത്തിൽ എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ആ പ്രശ്നങ്ങളിൽ ഇതുപോലത്തെ കമ്മ്യൂണിറ്റിയിൽ പങ്കെടുത്ത് നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് ഇതിലുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് മക്കൾക്ക് അസുഖമാണ്, അല്ലെങ്കിൽ വൈഫിന് അസുഖമാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അസുഖമാണ്, അല്ലെങ്കിൽ എനിക്ക് വിവാഹത്തിന് പോകണം. ഞാൻ എൻ്റെ സഹോദരി സ്വന്തം സഹോദരിയല്ല, സ്വന്തം അച്ഛൻ്റെ അനുജന്റെ മകളെ വിവാഹത്തിന് പോലും ഒരാഴ്ചത്തോളം എൻ്റെ മെഡിറ്റേഷനോ എൻ്റെ ക്ലാസ്സോ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. വിവാഹം വേറെ, എൻ്റെ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ടൈം നമ്മൾ ഉണ്ടാക്കണം. വിവാഹങ്ങളും മറ്റും അപ്പൊ വേണ്ടാന്നെല്ലാം പറഞ്ഞത് അതിന് സമയം കണ്ടെത്തണം. അങ്ങനെ എന്ത് പ്രശ്നങ്ങളായാലും സമയം ഇല്ല എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം സമയം കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് 100% ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് സമയം കണ്ടെത്തുക, പ്രാക്ടീസ് ചെയ്യുക. കാരണം എനിക്ക് ജോലിക്ക് പോകാനേ പകുതി സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. അവിടെ Yeah. എല്ലാ താങ്ക്സ് മാമിനും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. ഓക്കെ, ഞാൻ ലീവ് ചെയ്യണം മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് സാറിന്. ഡ്യൂട്ടി ടൈം ആയില്ലേ? Good. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഓൾ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് വിഷ് യു ഓൾ എ ഗ്രേറ്റ് ഡേ. താങ്ക് യു മാം. Thank you so much, ma'am.